നമസ്കാരം. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശ്വേതാ മേനോനെതിരെ വ്യാപകമായ പരാതികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാലാ പാർവതിയാണ് ആ പടക്കത്തിന് തീ കൊളുത്തിയിരിക്കുന്നത്. നേരത്തെ ബാബുരാജ് വെടിപൊട്ടിച്ചിരുന്നു. അതിന് മുമ്പ് ജഗദീഷ് ആഞ്ഞടിച്ചിരുന്നു. അതായത് അവിടെയുള്ള സംഘടനയിൽ ആർക്കും തന്നെ ശ്വേതാ മേനോൻ്റെ നിലപാടിൽ യാതൊരു താല്പര്യമില്ല. മാത്രമല്ല, അവർക്ക് ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരാളാണെന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. ഒരു എംഐയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുമ്പോൾ സുതാര്യമായി പ്രവർത്തിക്കാനും എല്ലാവരെയും കോർത്തിണക്കാനും സംഘടനയെ നയിക്കാനുമുള്ള കഴിവ് വേണം. എന്നാൽ അവർക്കുള്ള ആകപ്പാടുള്ള കഴിവ് എന്താണ്? കാമസൂത്രയിൽ ഹോട്ട് സെക്സി ആയിട്ട് അഭിനയിക്കാൻ അവർക്ക് നല്ല കഴിവുണ്ട്. അതും പ്രായം 15-16 വയസ്സുള്ള സമയത്താണ് അവർ ഹോട്ട് സെക്സി ആയിട്ട് അഭിനയിച്ച് ഇൻ്റർനാഷണലായിട്ട് അവർ അറിയപ്പെട്ടത്. അത്രയും വൾഗറായിട്ടാണ് അതിൽ അഭിനയിച്ചത്. അതിനുശേഷം അവർ രതിനിർവേദം എന്നുള്ള സിനിമയിൽ അഭിനയിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഏതറ്റം വരെയും സെക്സ് വേഷങ്ങളെ അഭിനയിക്കാൻ അസാധാരണ കഴിവുള്ള ഒരു ലേഡിയാണ് ശ്വേതാ മേനോൻ. അതോടൊപ്പം പ്രസവം അടക്കം പച്ചയായി ചിത്രീകരിച്ച് കാണിക്കാനും അവർ റെഡിയായി. മാത്രമല്ല, പല സിനിമകളിൽ ഇതേപോലുള്ള ഹോട്ട് സെക്സ് വേഷമുണ്ടോ അത് ശ്വേതാ മേനോനാണ് നല്ലത് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് പോയി. അങ്ങനെ ഒരു സെക്സി നായിക എന്നുള്ള ഒരു കഥാപാത്രമായിട്ടുള്ള അവരെ പിടിച്ച് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെക്കുമ്പോൾ അമ്മയിലെ അംഗങ്ങളൊക്കെ ചിന്തിക്കണ്ടേ? ഇത്തരത്തിലുള്ള പബ്ലിസിറ്റി ഉള്ള ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അമ്മയെക്കുറിച്ച് എന്താണ് ജനങ്ങൾ ചിന്തിക്കുക? അവർക്ക് ജനങ്ങളെ എല്ലാവരെയും അതിലുള്ള ആളുകളെ കോർത്തിണക്കാനോ അവരെ പ്രശ്നങ്ങൾ പഠിക്കാനോ ദീർഘവീക്ഷണത്തോടെ സംഘടനയെ നയിച്ച് കാലാനുസൃതമായി മാറ്റം വരുത്താനോ അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു സംഘടനയായി മാറ്റി സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനോ ഔദ്യോഗിക സ്ഥലങ്ങളിൽ പോയി കാര്യങ്ങൾ നേടാനോ ഒന്നും അവർക്ക് കഴിവില്ല. വെറും ഇത്തരം വേഷങ്ങൾ അഭിനയിക്കാനുള്ള കഴിവ് മാത്രമേ അവർക്കുള്ളൂ എന്ന് കാലം തെളിയിച്ചു. ഇന്നിപ്പോൾ അവളെ രാജിവെച്ചിരിക്കുന്നത്. എന്തിനാണ് രാജിവെച്ചിരിക്കുന്നത്? അൻസിബ എന്ന് പറയുന്ന നടിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിയിട്ടാണ് അവർ അവസാനം അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്. ഇപ്പോൾ എല്ലാവരും ചേർന്ന് അവർക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. ആദ്യം ബാബുരാജാണ് ആഞ്ഞടിച്ചത്. ശരിക്കും കത്തിക്കുകയാണ് ചെയ്തത്. ആ കത്തിച്ച ബാബുരാജ് പറഞ്ഞ വാചകങ്ങളൊന്നും കേട്ട് നോക്കൂ. അതായത് നമുക്കറിയാം, ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഒരു ജനറൽ ബോഡി വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ജനറൽ ബോഡിയിൽ ഇതിനകത്ത് പറയുന്നുണ്ട് 21 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. മിനിമം റിക്വയർമെൻ്റ് ആണ്. ഇവിടെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. 1. 2, ഇന്നിവിടെ പാസ്സാക്കാൻ നിന്ന കണക്കുകൾക്ക് ട്രഷർ റേറ്റില്ല, കണക്കുകൾ ശരിയല്ല. അതുപോലെ തന്നെ റിപ്പോർട്ട് പാസ്സായില്ല. അവർ പല പ്രാവശ്യം കെഞ്ചി ചോദിച്ചിട്ടും ഒരംഗം പോലും, ആദ്യം ഒരു 10 പേര് കൈവക്കി, പിന്നീട് ഒരംഗം പോലും കൈവക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാനതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൈയൊഴിഞ്ഞു, വക്കീലുമാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി ഇതാ, 25 ദിവസം കൂടി 45 ദിവസം കൂടി ഇതാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? കേട്ടല്ലോ. കഴിഞ്ഞ അമ്മയുടെ ഇലക്ഷൻ സമയത്താണ് ശ്വേതാ മേനോനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പോൺ സൈറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, വഴി തെറ്റിക്കുന്നുണ്ട് കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ മേനാച്ചേരി ഒരു കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്തു, കോടതി ഉത്തരവ് പ്രകാരം കേസ് എടുത്തു. അത് അവർ തന്ത്രപരമായിട്ട് അപ്പോൾ തന്നെ പിറ്റേത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവരെ സ്വാധീനം ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും പിറ്റേ ദിവസം തന്നെ കോടതി അതിൽ സ്റ്റേ നൽകുകയും പിന്നീട് കോഷിയുകയും ചെയ്തു. അപ്പം അതിനൊക്കെ അവർക്ക് സാമർഥ്യമുണ്ട്. പക്ഷേ അവർ അത്തരം ഹോട്ട് സെക്സ് പോൺ സൈറ്റുകളിൽ അവരുടെ പേരടക്കം വന്നു എന്നുള്ള കാര്യം ശരിയാണ്. അവരുടെ അത്തരത്തിലുള്ള പല സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള വൾഗറായ രംഗങ്ങൾ ഇത്തരത്തിലുള്ള ഹോട്ട് സെക്സ് പോൺ സൈറ്റുകളിൽ വരികയും ആ പോൺ സൈറ്റുകളിൽ ശ്വേതാ മേനോൻ്റെ നഗ്ന വീഡിയോ അങ്ങനെയുള്ള പച്ചയായിട്ട് അവരെ ചിത്രീകരിച്ചുകൊണ്ടുള്ള പോൺ സൈറ്റുകൾ ആയിരക്കണക്കിന് നിലവിൽ വരികയും ചെയ്തു. ഇതിനെതിരെ അവരൊരു പരാതി പോലും കൊടുത്തിട്ടില്ല. എന്നാൽ മുമ്പ് അവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. മുമ്പ് അവരൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഒരു വാർത്ത ചെയ്തത്. അതിനെതിരെ അവർ കേസ് കൊടുത്തു. ആർക്ക് വേണ്ടിയിട്ടാണ്? അതിലെ പ്രമുഖ നടന്മാർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതരായ ആളുകൾക്കെതിരെ കേസെടുക്കണം,
പാർവതി തിരുവോത്തിൻ്റെയും അതുപോലുള്ള ആളുകളെയും അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ 36 നടികൾ കൊടുത്ത ക്രൂരമായ ബലാത്സംഗത്തിനിരയായ പീഡനത്തിനിരയായ പെൺകുട്ടി നടികളുടെ പരാതിയിൽ മുഖ്യ നടന്മാരടക്കമുള്ള ആളുകൾക്കെതിരെ കേസെടുക്കണമെന്ന് അത് വെളിപ്പെടുത്തണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും പൂർണ്ണ അർത്ഥത്തിൽ പുറത്തുവിടണമെന്നും അതിൽ കേസെടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഹൈക്കോടതി ഹർജി ഫയൽ ചെയ്തിരുന്നു. അത് ഹൈക്കോടതി സ്വീകരിക്കുകയും കേസെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ 35ഓളം കേസുകൾ ഉണ്ടായത്. അതിൽ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള പല ബലാത്സംഗ കേസുകളുണ്ടായിരുന്നു. പല പ്രമുഖ സൂപ്പർ താരങ്ങളുടെ അടക്കം കേസുണ്ടായിരുന്നു. എന്നാൽ ഈ കേസൊക്കെ പിന്നീട് പിണറായി വിജയൻ അതൊക്കെ ഒതുക്കി കൊടുത്തു എന്നുള്ളതാണ് സത്യം. ഇതിനൊക്കെ കൂട്ടുനിന്നത് ശ്വേതാ മേനോനാണ് എന്നുള്ളതാണ് സത്യം. ശ്വേതാ മേനോൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപിക്കപ്പെട്ട ആളുകളെയെല്ലാം രക്ഷിക്കുന്നതിൽ മുൻകൈ എടുത്തു എന്നുള്ള ആരോപണം വരികയും ചെയ്തു. പാർവതി തിരുവോത്തും അതുപോലുള്ള പ്രമുഖയായ നടിമാർ ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ തന്നെ കാരണം. എന്നാൽ ആ നടിമാരുടെ കൂടെ നിൽക്കാനോ അവരുടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഏതെങ്കിലും ഒരു ശബ്ദമുയർത്താനൊന്നും ശ്വേതാ മേനോൻ തയ്യാറായിരുന്നില്ല. പീഡനം നടത്തിയ ആളുകളുടെ കൂടെയായിരുന്നു ശ്വേതാ മേനോൻ നിന്നത്. ഇവിടെ തന്നെ അൻസിബയുടെ കാര്യത്തിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അൻസിബയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലും അവരുടെ പരാതി കേട്ട് കൃത്യമായി എല്ലാവരെയും വിളിച്ച് എന്താണ് ടിനി ടോം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് പരാതി, ഇവരൊക്കെ ഒരു രണ്ടുപേരെ ഇരുത്തിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് തീർക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ മാത്രമല്ല അവർ പക്ഷപാതപരമായിട്ടൊരു ഭാഗം ചേർന്ന് കളിക്കുകയായിരുന്നു ഈ ശ്വേതാ മേനോൻ. ഇപ്പോൾ ഇതാ അവർ രാജിവെക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നു. അതായത് കാമസൂത്രയിൽ അഭിനയിക്കാൻ മാത്രം അങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കാനുള്ള കാമസൂത്ര എന്ന് പറഞ്ഞാൽ കോണ്ടത്തിൻ്റെ പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ ഉള്ള കഴിവല്ലാതെ അവർക്കൊരു നേതൃത്വ പാഠവും ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് പാർവതി പത്രക്കാരോട് പറഞ്ഞിട്ടുള്ള സംഭാഷണം കൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഭരണസമിതിയെ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർ കൃത്യമായി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് സ്ത്രീകളായതുകൊണ്ട് കുറച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ റിപ്പോർട്ട് കൃത്യമായി വന്നില്ല, കണക്ക് കൃത്യമായിട്ട് വന്നില്ല. അപ്പോൾ അമ്മയുടെ ബൈലോ പ്രകാരം കണക്ക് അംഗീകരിക്കുക, റിപ്പോർട്ട് അംഗീകരിക്കുക, ഇത് രണ്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് പോകും. കാരണം അതൊരു ഭരണവീഴ്ചയായിട്ട് വിലയിരുത്തും. അൻസിബ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കേട്ടല്ലോ, ജഗദീഷ് പറഞ്ഞതിന് വളരെ പ്രാമുഖ്യമുള്ള ജഗദീഷ് ഇന്നലെ ശരിക്കും കത്തിക്കുകയായിരുന്നു. പഴയ ഭരണസമിതി അവർ രാജിവെച്ചു. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു വർഷം കൊണ്ട് തന്നെ അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഘടനാപരമായിട്ടുള്ള ചില പാളിച്ചകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പരിചയക്കുറവ് ഉണ്ടായിരിക്കാം. അതിൽ അംഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. മാത്രമല്ല ട്രഷറർ കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നതിൻ്റെ പേരിൽ അക്കൗണ്ട്സ് പ്രോപ്പറായി ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. മറിച്ച് ശ്വേത നേതൃത്വത്തിലിരുന്ന് ചെയ്യാൻ കഴിയുമായിരുന്ന ചില കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്തില്ല. അംഗങ്ങളെ കറക്റ്റ് സമയത്ത് ശാസിച്ചിരുന്നെങ്കിൽ, അവർക്കെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ പരസ്പരം വിഴുപ്പലക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നാണ് പല അംഗങ്ങളും സൂചിപ്പിച്ചത്. ഘടനാപരമായി അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ, പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നത് ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു. ഇത് സമൂഹത്തിന് മാതൃകയല്ല. അമ്മയിൽ അംഗങ്ങളെ മാതൃകയായിട്ടാണ് സമൂഹം നോക്കിക്കാണുന്നത്. അപ്പോൾ ആ അംഗങ്ങൾ പരസ്പരം, അതിൽ വ്യക്തികൾ എന്ന് പറയുന്നത് കുറച്ച് വ്യക്തികൾ മാത്രമേ ഉള്ളൂ, വളരെ ഒരു ചെറിയ എണ്ണം മാത്രമേ ഉള്ളൂ, എങ്കിൽ പോലും അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടി, അവർ ചെയ്തിട്ടുള്ള തെറ്റിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്താണ് ഈ കഴിഞ്ഞകാല ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞത്. അതായത് ജഗദീഷും അതേപോലെ ബാബുരാജും കൂടെ ശ്വേതാ മേനോനെ ശരിക്കും കത്തിച്ചു എന്നുള്ളതാണ് സത്യം. അവസാനം അവർക്ക് രാജിവെച്ച് ഓടേണ്ടി വന്നു. അത്രയും കഴിവുകെട്ട, വിവരമില്ലാത്ത, അതേപോലെ ഒരു തരത്തിൽ നേതൃത്വ പാഠമില്ലാത്ത, അതേസമയത്ത് സെക്സ് സിനിമകളിൽ അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടി മാത്രമാണ് ശ്വേതാ മേനോൻ. അതിലപ്പുറത്തേക്ക് അവരൊരു ചുക്കുമല്ല എന്ന് കാലം തെളിയിച്ചു എന്നുള്ളതാണ് സത്യം. എനിക്കെതിരെ ഒരു കള്ളപ്പരാതി കൊടുത്ത് മുമ്പ് ഞാൻ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസ് കൊടുക്കുകയും ഇതിൽ പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ബലാത്സംഗത്തിന് ചെയ്തവരെയെല്ലാം കേസിൽ പെടുത്തണമെന്ന് പറഞ്ഞ് ഹർജി ഫയൽ ചെയ്യുകയും ഹൈക്കോടതി അതിൽ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ആ ഉത്തരവിട്ട കാര്യത്തിൽ
ശ്വേതാ മേനോൻ ഈ നടന്മാരുടെ ആരൊക്കെയാണോ പീഡനം നടത്തിയിട്ടുള്ള അവരെ കൂടിയായിരുന്നു. അവർക്ക് വേണ്ടി എനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും പിണറായി വിജയൻ്റെ സ്വാധീനത്തിൽ എന്നെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യത്തിന് കൊടുത്ത അവസരത്തിലാണ് എനിക്ക് നോട്ടീസ് പോലും തരാതെ എന്നെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം എന്നെ അർദ്ധരാത്രി കോടതി ഹാജരാക്കി, മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി 2 ദിവസം കൊണ്ട് കോടതി വാദം നടന്നപ്പോൾ എൻ്റെ ഭാഗം ശരിയാണെന്ന് കണ്ട് കോടതി എനിക്ക് ജാമ്യം തരുകയും ചെയ്തു. ഞാനത് ഹൈക്കോടതിയിൽ കോഷ്യം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്കെതിരെ തിരിച്ച് പരാതി കൊടുത്തിട്ടുമുണ്ട്. കാരണം ആ കേസ് മുന്നോട്ട് പോയാൽ ശ്വേതാ മേനോൻ അറസ്റ്റിലാകും, അവർ നഷ്ടപരിഹാരം എനിക്ക് തരേണ്ടി വരും. അതാണ് കേസ്. എന്തായാലും ഇപ്പോൾ അമ്മയിൽ നിന്ന് രാജിവെച്ചതോട് കൂടിയിട്ട് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന കളങ്കിതയായ നടിയുടെ ഞെട്ടിക്കുന്ന ഇത്തരം പ്രവർത്തികൾ ഒന്നുകൂടി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.